ഏറ്റവും പുതിയ ദേശീയ വാർത്ത കമൽനാഥും BJP-യിലേക്ക് പോകുന്നു എന്നാണ്. പേരിൽ തന്നെ താമരയുള്ള കമൽനാഥും BJP-യിലെത്തിയാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരിക്കും വടക്കേ ഇന്ത്യയിൽ? കമൽനാഥും മകനും പോകുന്നുണ്ട്. മകനുണ്ട്. മകനെന്തോ മന്ത്രിസ്ഥാനം കിട്ടുമെന്നൊക്കെയാണ് മോഹം. ഓരോരുത്തരായിട്ട് ഇതിൻ്റെ കാപട്യം തിരിച്ചറിഞ്ഞിട്ട് പോവുകയാണ്. ഇത് തുടങ്ങി വെച്ചത് ആരാന്നറിയാമോ? എല്ലാവരും മറന്നുപോയൊരു മനുഷ്യനാണ് ജോർജ് ഫെർണാണ്ടസ്. ജോർജ് ഫെർണാണ്ടസിൻ്റെ സമതാ പാർട്ടിയാണ് ആദ്യമായിട്ട് BJP-യുമായിട്ട് സഖ്യത്തിലാവുന്നത്, ബോൾഡായിട്ട്. അന്ന് വലിയ ബഹളം നടന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. അതുവരെ ഈ വാജ്പേയിയുടെ 13 ദിവസത്തെ സർക്കാരൊക്കെ വീണില്ലേ, അതിൻ്റെ കാര്യം എന്താ? ആരും വാജ്പേയിയുമായിട്ട് കൂട്ടുകൂടാൻ തയ്യാറല്ല. BJP അൺടച്ചബിളാണ്. വാജ്പേയി മാന്യനാണെന്ന് കഷ്ടിച്ച് സമ്മതിക്കാം, പക്ഷേ BJP-യുമായിട്ട് തൊട്ടാനേ പറ്റില്ല ഒരു രീതിയിലും. തൊട്ടവനെ പോലും തൊടാൻ പാടില്ല. അന്ന് വാജ്പേയിയുടെ വിശ്വാസപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷത്ത് നിന്ന് ആദ്യം സംസാരിച്ചത് നരസിംഹറാവുവാണ്, മുൻ പ്രധാനമന്ത്രി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്. അന്ന് നരസിംഹറാവു പറഞ്ഞു, ബഹുമാനപ്പെട്ട സ്പീക്കർ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, പക്ഷേ എന്ത് ചെയ്യരുത് എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അത് BJP-യെ പിന്തുണയ്ക്കരുത് എന്നുള്ളതാണ്. ഇതായിരുന്നു റാവുവിൻ്റെ പഞ്ച്. റാവു പിന്നെ അടൽജിയുടെ അത്രയും ഒരു വാഗ്വൈഭവം ഇല്ലാത്തതുകൊണ്ട് ആ പഞ്ച് ആൾക്കാർ ശ്രദ്ധിച്ചില്ല, അത് റെക്കോർഡ് ചെയ്യപ്പെട്ടില്ല. പക്ഷെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഞാൻ പോലും കൈയടിച്ചു റാവുവിൻ്റെ ആ സാമർഥ്യം. അത്രയധികം അൺടച്ചബിളായിരുന്നു BJP. ഇത് ബോൾഡായിട്ട് തട്ടി ഈ വൻ മതിൽ, സെക്യുലറിസം എന്നൊക്കെ പറഞ്ഞ് ഈ മതിലിൻ്റെ കടയ്ക്കൽ കാട്ടപ്പാര വെച്ച് കുത്തി മറിച്ചത് ജോർജ് ഫെർണാണ്ടസാണ്. അന്ന് ഒരു NDTV ചർച്ച, നമ്മുടെ മണിശങ്കർ അയ്യർ, കുമാരമംഗലം, പിന്നെ എനിക്ക് തോന്നുന്നു DMK-യുടെ മുരശൊലിമാരനായിരുന്നു, വളരെ അടുത്തിരുന്നുകൊണ്ട് വട്ടത്തിലിരുന്നുള്ള ചർച്ചയാണ്. അപ്പോൾ അന്ന് NDTV-യുടെ ഒരു ചർച്ചയിൽ നമ്മളുടെ മണിശങ്കർ അയ്യർ, കുമാരമംഗലം, പിന്നെ മുരശൊലിമാരൻ, പിന്നെ ഈ പ്രണയ് റോയ്, ഇവരൊരു വട്ടമേശയ്ക്ക് ചുറ്റുമാണ്, അടുത്തടുത്തായിരിക്കുന്നത്. അപ്പോൾ മണിശങ്കർ അയ്യർ അങ്ങ് പൊട്ടിത്തെറിച്ച് വഷളാവും, നിങ്ങളെല്ലാം കൂടെ നശിപ്പിച്ചു, മതേതരത്വം തകർന്നു കിടക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ച് നാടകീയമായിട്ട് വാക്സാമർഥ്യമുണ്ട്. അപ്പോൾ കുമാരമംഗലം, അദ്ദേഹത്തിന് നല്ല ശബ്ദമാണ്, വളരെ ശാന്തനായിട്ട് മണിശങ്കർ അയ്യരുടെ പുറം തടവി കൊണ്ട് പറഞ്ഞു, മണി, കുറച്ചുകൂടെ സിവിലൈസ്ഡായിട്ട് സംസാരിക്കാൻ മണിക്ക് സാധിക്കും, ഈ പൊട്ടിത്തെറിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ മതേതരത്വം ഇല്ലേ, അത് തകർന്നു പോയെങ്കിൽ നിങ്ങൾ തന്നെ ചൂലുകൊണ്ട് തടുത്തു കൂട്ടി പുറത്തു കൊണ്ടുപോയി കളഞ്ഞേക്കും. മതേതരത്വം എന്നാൽ ഞാനും മണിയും ഒക്കെ ഇരുന്ന് ഒരു റബ്ബർ സ്റ്റാമ്പ് ഉണ്ടാക്കിയിട്ട്, ദാ ഇവൻ കമ്മ്യൂണൽ, ഇവൻ സെക്യുലർ, അവനൊരു കമ്മ്യൂണൽ, ഇവൻ സെക്യുലർ, ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നതില്ലേ മണി. ഈ കള്ളത്തരം ഞാൻ നിർത്തി, മണി ഇപ്പോഴും അത് തുടരുന്നു. എൻ്റെ കള്ളത്തരം താൻ പൊളിച്ചു കളഞ്ഞു എന്നുള്ളതിൻ്റെ ദേഷ്യമാണ് മണിക്ക്. ഒന്ന് അടങ്ങ് മണി. ഇതായിരുന്നു കുമാരമംഗലത്തിൻ്റെ മറുപടി. മണി ടെമ്പററിലി സ്പെൽ ബൗണ്ടായി എന്ത് പറയണമെന്ന്. കാരണം ഈ കള്ളത്തരം കൂളായിട്ട് കുമാരമംഗലം പൊളിക്കുകയാണ്. അപ്പോൾ എല്ലാ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഒക്കെ അറിയാം, അവർ പറയുന്നത് കാപട്യമാണ്, അവർ പറയുന്നത് ഹിന്ദു വിരുദ്ധതയാണ്. പക്ഷേ മുസ്ലിം വോട്ട്, ക്രിസ്ത്യൻ വോട്ട്, ഇപ്പോൾ കേരളത്തിന് മതേതര മനസ്സാണെന്നൊക്കെ പറയും. സംഭവം എന്താ? ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുന്നു. ഹിന്ദുക്കൾ നിങ്ങളെ വിഴുങ്ങും കേട്ടോ, ഞാനില്ലെങ്കിൽ, അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യുവൻ. ഇതാണ്. ഇത് ശരിയാണോ? ഈ BJP-ന് നമ്മളെ വിഴുങ്ങിക്കളയുമെന്നൊരു പേടി ഇപ്പുറത്ത്. ഈ പേടി മാറുമ്പോൾ വളരെ നിസ്സാരമായിട്ട് ഈ ഗാൽവനൈസിങ് നടക്കും. ഇത് കമൽനാഥിനും അറിയാം, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ യാത്ര, ഭാരത് ജോഡോ ന്യായ യാത്ര, വെട്ടിക്കുറച്ചതെന്താ? ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാനില്ല. ഇയാൾ ഈ അദാനിക്ക് കാശ് കൊടുത്തു, പിന്നെ RSSനെ കുറേ ചീത്ത. ഇത് കേൾക്കാൻ ആളുകൾക്ക് എന്താ താല്പര്യം? ആരും ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാനില്ല, TV-യിൽ കാണിക്കുന്നില്ല, ഒന്നുമില്ല. പിന്നെ ഒരു പ്രസംഗ വൈഭവം രാഹുൽ ഗാന്ധിക്ക് ഇല്ല താൻ. ഇതൊക്കെ കൂടെ UP-യിലെ യാത്ര 7 ദിവസം വെട്ടിക്കുറച്ചു. മറ്റ് പല ഏതായാലും തീരുമാനിച്ചതിന് മുമ്പേ യാത്ര അവസാനിക്കും. ഇതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രയെ ആരും എതിർക്കുന്നുമില്ല,
അനുകൂലിക്കുന്നുമില്ല. ഞങ്ങളുടെ യാത്ര വരികയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് KC വേണുഗോപാൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ പൊക്കോ ചേട്ടാ കുഴപ്പമില്ല പൊക്കോ. അല്ല നിങ്ങളെല്ലാവരും വരണം. അയ്യോ എനിക്ക് കടയിലിരിക്കാൻ ആരുമില്ല, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ, ഞാൻ റോഡൊന്നും ബ്ലോക്ക് ചെയ്തിട്ടില്ല കേട്ടോ. എടി ആ കുടവും ആ സൈക്കിളും ഒന്ന് മാറ്റിക്കുക, അവരുടെ എന്തോ യാത്ര വരുന്നു. ഇതാണ് റെസ്പോൺസ്. എന്ത് ചെയ്യുക? ഈ കാപട്യം എല്ലാവരും തിരിച്ചറിഞ്ഞു. ഇത് കമൽനാഥിന് ഈ വയസ്സുകാലത്തെങ്കിലും ഈ ബുദ്ധി ഉദിച്ചല്ലോ എന്നാണ് ഞാൻ. പിന്നെ രാഷ്ട്രീയക്കാരൻ ചെയ്യുമ്പോൾ ഈ ഒന്നും കാണാതെ പട്ടര് കിണറ്റ് ചാടില്ല എന്ന് പറയില്ല. BJP ഐഡിയോളജികൾ പാർട്ടിയാണ്, പക്ഷേ ഈ CPM പോലത്തെ ഒരു കേഡർ പാർട്ടിയല്ല. അദ്വാനി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വി ആർ എ പാർട്ടി വിത്ത് കേഡർ അറ്റ് ദ സെൻറ്റർ ആൻഡ് പബ്ലിക് അറ്റ് ദ ഔട്ടർ റിംഗ്. അപ്പോൾ മാസ് ബേസിൻ്റെ ഒരു കോറായിട്ട് കേഡർ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് BJP. അതിൻ്റെ കോറിൽ മാത്രമേ കേഡേഴ്സ് ഉള്ളൂ. ഇത് BJPയിൽ മാത്രമല്ല, RSSലും സംഭവിക്കും. DYFIയിൽ സ്ഥാനം കിട്ടിയില്ല, ജില്ലാ പ്രസിഡൻ്റ് ആകുമെന്ന് വിചാരിച്ചു, ആയില്ല. ആ ദേഷ്യത്തിന് എന്നാൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവൻ RSSൽ വരും. RSSന് ഇത് അറിയുകയും ചെയ്യാം. ഇതുകൊണ്ടാണ്, ഈ നിരാശ കൊണ്ടാണ് അയാൾ വരുന്നത്. RSSൻ്റെ തലപ്പത്തെങ്കിലും ഒരു സ്ഥാനം കിട്ടും എന്ന് വിചാരിച്ചാണ് അയാൾ വരുന്നത് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഓക്കെ വെൽക്കം. RSS ആരെയും വെറുക്കുന്നൊന്നുമില്ല. മെല്ലെ RSSൻ്റെ സമ്പർക്കത്തിൽ വന്നിട്ട് ഇയാളുടെ സംസ്കാരം മാറും. ഈ നമ്മളെ മാങ്ങയൊക്കെ പ്രവർത്തിക്കുന്നില്ല, നല്ല മാങ്ങയുടെ കൂടെ ഒരു ചീത്ത മാങ്ങ വെച്ചാൽ നല്ല മാങ്ങ ചീത്തയാവും. പക്ഷെ മനുഷ്യരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നല്ല മനുഷ്യൻ്റെ കൂട്ടത്തിൽ ഒരു ചീത്ത ആളിനെ വിട്ടാൽ ഇവൻ പതുക്കെ നല്ലവനായിട്ട് മാറും, മറ്റവരെ ചീത്തയാക്കാൻ സാധ്യമല്ല. അതാണ് ഞാൻ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞില്ലേ, നല്ല മനുഷ്യരെ നിങ്ങൾ ചീത്ത വിളിച്ചാൽ ആ ചീത്ത വാക്ക് നല്ലതായിട്ട് മാറും, അല്ലാതെ അയാൾ ചീത്തയാവില്ല. ഇത് മനുഷ്യനുള്ളൊരു കഴിവാണ്. മറ്റതൊക്കെ ജന്തു ജീവസ്വഭാവമാണ്. ഈ മാങ്ങയുടെ കൂടെ ചീത്ത മാങ്ങ, തക്കാളിയുടെ കൂടെ ചീത്ത തക്കാളി വയ്ക്കുക, അപ്പോൾ മറ്റേ തക്കാളി ചീത്തയാവും. മനുഷ്യരങ്ങനെയല്ല. കാരണം നല്ല മനുഷ്യർ ഓൾറെഡി റിഫൈൻഡാണ്. ഇപ്പോൾ റിഫൈൻഡായ മനുഷ്യരുടെ കൂടെ ഇയാളെ നിർത്തിക്കുക. അതുകൊണ്ടാണ് സത്സംഗം വേണം എന്നൊക്കെ പറയും. നല്ല ആൾക്കാരുമായിട്ട് ഇടപെടണം. അപ്പോൾ നമ്മുടെ ഭാഷ നന്നാവും, നമ്മുടെ സംസ്കാരം നന്നാവും, നമ്മുടെ പെരുമാറ്റം നന്നാവും, ഇതൊക്കെ നന്നാവും. അപ്പോൾ ഈ വരുന്ന സ്ഥാനമോഹി കുറച്ചു കാലം കഴിയുമ്പോൾ സ്ഥാനമോഹം ഇല്ലാത്തവനായിട്ട് കാണപ്പെടും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസിൻ്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ സപ്പോർട്ടറായിട്ട് നിന്ന ആളാണ് കമൽനാഥ്. അദ്ദേഹം വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം പാർട്ടിയിലെ പൊസിഷൻ പോയതിനു ശേഷം BJPയിലേക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥാനം പ്രതീക്ഷിച്ച് വരുന്നു. അപ്പോൾ BJP ഒരു ഐഡിയോളജി ഉള്ള പാർട്ടിയല്ലേ? ഇതിപ്പോൾ ആശയത്തിലുപരി ആമാശയം മാത്രം മുന്നിൽ വെച്ച് വരുന്ന ആളുകളെ ഇങ്ങനെ സ്വീകരിച്ചാൽ ഈ പാർട്ടിക്ക് ഐഡിയോളജിക്കലായിട്ട് ക്ഷീണം സംഭവിക്കില്ലേ? ഇല്ല, അത് സംഭവിക്കില്ല. എന്നുവെച്ചാൽ ഇവരാരും BJPയുടെ ഐഡിയോളജിയെ സ്വാധീനിക്കാനും വരുന്നവരല്ല. അവർ വരുന്നത് ഒരുപക്ഷെ ഒരു താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ വന്നു കഴിയുമ്പോൾ മെല്ലെ ആ BJPയുടെ താളത്തിലേക്ക് അവർ മാറിക്കോളും. മാറാത്തവർ പുറത്തു പോവുകയും ചെയ്യും. ഇപ്പോൾ കേരളത്തിൽ ഭീമൻ രഘു കണ്ടില്ലേ, വന്നിട്ട് പുള്ളിക്ക് ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, പുള്ളി പുറത്തു പോയി. കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും വന്നു എന്ന് വരും. ഇങ്ങനെയുള്ളവരും സ്വീകരിക്കും. പിന്നെ ഇങ്ങനെയുള്ളവരും കൂടെ ചേർന്നതാണ് ജനാധിപത്യം. അതുപോലെ ഒരു ആയാറാം ഗയാറാം പൊളിറ്റിക്സ് ആയിരിക്കത്തില്ലേ? ആയാറാം ഗയാറാം പൊളിറ്റിക്സ് ആവാം. അതിൽ ഇപ്പോൾ ഈ കൂറുമാറ്റച്ചട്ടമില്ലേ, രാജീവ് ഗാന്ധിയുടെ കാലത്താണ് കൂറുമാറ്റച്ചട്ടം വന്നത്. അതിനു മുമ്പാണ് ഈ ആയാറാം ഗയാറാം. ആയാറാം ഗയാറാം നമ്മൾ പരിഹസിക്കുമെങ്കിലും ബേസിക് ജനാധിപത്യം അതല്ലേ. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ അഭിപ്രായത്തിന് യാതൊരു വിലയുമില്ല. എൻ്റെ പാർട്ടി ഇഷ്യൂ ചെയ്യുന്ന വിപ്പ് അനുസരിച്ച് ഞാൻ വോട്ട് ചെയ്യണം. ഇതാണല്ലോ ഈ കാലുമാറ്റ നിയമം. ഞാൻ പാർട്ടി മാറാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? ആ സ്വാതന്ത്ര്യം ഒരുത്തിന് കൊടുക്കുന്നതല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്. സ്വന്തം പാർട്ടിയുടെ അഭിപ്രായം തെറ്റാണ് എന്നൊരു MLAക്കോ MP ക്കോ തോന്നലുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള അവകാശം അയാൾക്ക് കൊടുക്കണ്ടേ? അയാൾ കുറഞ്ഞതല്ല, ഒരു 5-6 ലക്ഷം വോട്ട് മേടിച്ചിട്ടാണ് ഇവർ വരുന്നത്. 6 ലക്ഷം ആൾക്കാരുടെ മനസ്സാക്ഷിയെ അവഗണിച്ച് നിങ്ങളുടെ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന 4 പേരും ഗൂഢാലോചന നടത്തി ഒരു വിപ്പ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാവ അതിനനുസരിച്ച് വോട്ട് ചെയ്യണം. ഇതെങ്കിലും അയാളുടെ സ്ഥാനം കേൾക്കാൻ രസമുണ്ട്. പലപ്പോഴും ആളുകൾ മാറുന്ന അതിൻ്റെതൊക്കെ പേരിലല്ല. അല്ല, എന്തിൻ്റെ പേരിലും ആയിക്കോട്ടെ, അവരുടെ അഭിപ്രായമാണ്, അപ്പോഴത്തെ അഭിപ്രായമാണത്. ഇങ്ങനെ ആയിരുന്നു നേരത്തെ. ഇപ്പം ഞാൻ പറയട്ടെ, CH മുഹമ്മദ് കോയ സ്പീക്കറായത് എങ്ങനെയാണ്? CH മുഹമ്മദിനോട് കോൺഗ്രസ് പറഞ്ഞു, അന്ന് KPCC പ്രസിഡന്റ് CK ഗോവിന്ദൻ നായർ,
കെ ഗോവിന്ദനാർ പറഞ്ഞു മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെക്കുക, എന്നാൽ നിങ്ങളെ സ്പീക്കറാക്കാൻ ഞങ്ങൾ പിന്തുണയ്ക്കാമെന്ന്. മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? രാജിവെച്ചാൽ അന്ന് സ്ഥാനം പോവില്ല, അതുകൊണ്ട്. ഇല്ലെങ്കിൽ മുസ്ലിം ലീഗ് കുടുക്കിലായനെ. മുസ്ലിം ലീഗിന് മെയിൻ സ്ട്രീമിലേക്ക് ഒരു എൻട്രി കിട്ടിയത് ഈ കൂറുമാറ്റ നിയമം ഇല്ലാത്തതുകൊണ്ടായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ മുസ്ലിം ലീഗ് സ്പീക്കർ സ്ഥാനം കിട്ടാതെ അവിടെ വെച്ച് തന്നെ പിന്നെ വേറൊരു പൊളിറ്റിക്സിൽ പെട്ടുപോയതിനെ മുസ്ലിം ലീഗ്. ഇങ്ങനെ നിർണായകമായ പല കാര്യങ്ങളിലും ഒരു അഭിപ്രായം ഒരാൾക്ക് രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം അന്നുണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യം കുറച്ച് പേര് ദുരുപയോഗം ചെയ്തു എന്നുള്ളത് ശരി. ആയാറാം ഗയാറാം എന്ന് പറയുന്നത് ഹരിയാനയിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഓവർനൈറ്റ് എല്ലാവരും കൂടെ ഈ പാർട്ടിയിൽ പോവുക, പിന്നെ തിരിച്ച് ഈ പാർട്ടിയിൽ വരിക. പിന്നെ സംഭവിച്ചത് അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ് മുഴുവൻ BJP ആയി മാറി. അതിൽ എനിക്ക് തോന്നുന്നു അയാളുടെ പേര് ഞാൻ മറന്നു. ഞാൻ ബേസിക്കലി ABVP-കാരനാണ്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇതിൽ മത്സരിച്ചു, ജയിച്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പുള്ളിക്ക് തോന്നി ഈ കോൺഗ്രസ് അത്ര ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി സ്വയം BJP ആയിട്ട് കൺവേർട്ട് ചെയ്ത് എല്ലാവരും BJP ആയി മാറി. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നു. ഇത് ജനാധിപത്യത്തിൽ അനുവദിക്കേണ്ടതല്ലേ? എനിക്കിപ്പോഴും ഈ കൂറുമാറ്റ നിരോധന നിയമം അത്രയ്ക്കങ്ങ് ദഹിച്ചിട്ടില്ല. കാരണം ആ നിയമം ജനാധിപത്യ വിരുദ്ധമാണ്. നമ്മുടെ ഭരണഘടനയിൽ പാർട്ടി എന്നൊരു വാക്ക് കാണിച്ചത്, പൊളിറ്റിക്കൽ പാർട്ടി ഇല്ല. സഭയിൽ സഭാനാഥൻ എന്നാണ് പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? സഭയിൽ ഏറ്റവും അധികം MLA-മാരുടെ പിന്തുണയുള്ള ആൾ, അവർ ചേർന്ന് തിരഞ്ഞെടുത്ത ആൾ, അവിടെയുണ്ട് ജനാധിപത്യം. പാർലമെൻ്ററി പാർട്ടി കൂടിയിട്ട് അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. നരേന്ദ്രമോദി ആണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ഇത് തിരഞ്ഞെടുക്കുന്നില്ല. അവർ ഏകാധിപത്യമാണ്, മറ്റേ ആൾ വേണ്ടിയിട്ട് ആലോചിച്ചിട്ടാണ് എന്നൊക്കെ ഉള്ളത് അതിന് പുറത്ത് നടക്കുന്നതാണ്. ബട്ട് അപ്പാരൻ്റ്ലി ഭരണഘടന അനുസരിച്ച് നടക്കുന്നത് മുഴുവൻ തിരഞ്ഞെടുത്ത ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഒരു അഭിപ്രായം മാറ്റിപ്പറയണമെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ നരേന്ദ്രമോദിയുടെ അഭിപ്രായം കർഷക ബില്ല് നമുക്ക് പിൻവലിക്കാം എന്നാണ്. അദ്ദേഹത്തിൻ്റെ റീഡിങ് അതാണ്. പാർലമെൻ്ററി പാർട്ടിയിൽ ആരും സമ്മതിക്കുന്നില്ല. പാർലമെൻ്ററി പാർട്ടിയിൽ ന്യൂനപക്ഷമാണ്. എന്ത് ചെയ്യും? ഇപ്പോൾ അവർ എല്ലാവരെയും പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവമുണ്ട്. ഇങ്ങനെ വ്യക്തിപ്രഭാവം ഇല്ലാത്ത ഒരു ദേവഗൗഡയാണെന്ന് വെച്ചോ, എന്ത് ചെയ്യും? എങ്ങോട്ട് പോകും? അയാളുടെ ഹിതത്തിന് വിരുദ്ധമായിട്ട് അയാളുടെ പാർട്ടി തന്നെ തീരുമാനിക്കുന്നു. അയാൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യുകയും ചെയ്യും. അയാൾ നിസ്സഹായനായി പോകും, കീഴടങ്ങേണ്ടി വരും മറ്റുള്ളവർക്ക്. ഇതാണോ ജനാധിപത്യം? അപ്പോൾ ജനാധിപത്യത്തിന് ഉള്ളിൽ നിൽക്കുന്നൊരു സാധനമല്ല ഈ കൂറുമാറ്റ നിരോധന നിയമം. എന്ന് വെച്ച് കൂറുമാറ്റത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം അവരുടെ പറച്ചിൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു സ്വതന്ത്രനായിട്ട് വന്ന ആളല്ല, നിങ്ങളൊരു പാർട്ടിയുടെ സിമ്പലിൽ മത്സരിച്ച് വന്ന ആളാണ്. അതുകൊണ്ട് ഭരണഘടനയിൽ പാർട്ടി കിട്ടിയൊന്നുമില്ലെങ്കിലും ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം പാർട്ടികളുണ്ട്. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, അതിൽ പാർട്ടികളുണ്ട്. അതനുസരിച്ചാണ് ഇലക്ഷൻ കമ്മീഷൻ ചിഹ്നം കൊടുക്കുന്നു, പിടിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ ചിഹ്നത്തിൽ വോട്ട് മേടിച്ചാണ് ജയിച്ചിരിക്കുന്നത്. എല്ലാവരും പാർട്ടി പരിപാടി വായിച്ചു നോക്കി, മാനിഫെസ്റ്റോ വായിച്ചു നോക്കി ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുന്നവരല്ല. അവരിങ്ങനെ നോക്കും, കൈപ്പത്തി എവിടെയുണ്ട്, കൈപ്പി, ഇതാണ് ആൾക്കാർ ചെയ്യുന്നത്. താമര നോക്കി അതിൽ, അരിവാൾ ചുറ്റിയ നക്ഷത്രം അതിൽ. അതുകൊണ്ടാണ് രജിസ്ട്രേഡ് പാർട്ടികളുടെ ഏറ്റവും മുകളിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ സ്ഥാനാർത്ഥികൾ വരും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആൽഫ്രഡ് എന്ന പേരുള്ള ആൾ, അയാൾ ആദ്യം വരേണ്ടതാണ്. പക്ഷേ അയാൾ സ്വതന്ത്രനാണെങ്കിൽ ചിലപ്പോൾ ഏറ്റവും താഴെയായിരിക്കും വരുന്നത്. കേരളത്തിലാണെങ്കിൽ ഈ കോൺഗ്രസ്, CPM, BJP ഈ 3 പേരിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആരാദ്യം വരുന്നോ അയാളായിരിക്കും ആദ്യം. സ്വതന്ത്രന്മാരെയൊക്കെ താഴെയാക്കും. അപ്പോൾ ഇങ്ങനെയുള്ളതിൽ നിന്നാണ് നിങ്ങൾ ഈ തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് ഇല്ല എന്ന് ഭാവിച്ചിട്ട് പിന്നെ പെരുമാറുന്നത് ധാർമ്മികമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ കുറുമാറ്റ നിയമം ഒക്കെ വന്നിരിക്കുന്നത്. അതിലൊരു പോയിൻ്റുണ്ട്, ഞാനത് അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറുമാറ്റ നിരോധന നിയമത്തിന് ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കുന്നത്. പക്ഷേ കുറുമാറ്റ നിരോധന നിയമം ഇല്ലാതിരുന്ന കാലത്ത് രാജീവ് ഗാന്ധിയാണ് ഇത് കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, അടൽ ബിഹാരി വാജ്പേയി, റാം മനോഹർ ലോഹ്യ, HV കാമത്ത്, രാജ്നാരായൺ, ഇവരൊക്കെ ജനാധിപത്യ വിരുദ്ധരായിരുന്നു. അപ്പോൾ അല്ലല്ലോ. ഇന്ദിരാഗാന്ധിയുടെ ഒരു എക്സെപ്ഷൻ നമുക്ക് പറയാം, അടിയന്തരാവസ്ഥയ്ക്ക് വെച്ചിട്ട് അവർ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറയാം. ബാക്കിയുള്ളവർ അങ്ങനെയൊന്നുമല്ല. അതിലെത്ര പേര് കൂറുമാറി? അവരൊന്നും മാറിയൊന്നുമില്ല. പക്ഷേ ഈ കമൽനാഥിൻ്റെ കാര്യത്തിൽ കമൽനാഥ് BJP-യിലേക്ക് വരാൻ വേണ്ടി
തയ്യാറാവുന്നേ ഉള്ളൂ. കോൺഗ്രസിനോട് രാജ്യസഭാ സീറ്റ് ചോദിച്ചിരിക്കുക. അത് കിട്ടിയില്ലെങ്കിൽ BJP-യിൽ പോകുമെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, കമൽനാഥ് ഇപ്പോൾ നിൽക്കുന്നത് അയോധ്യയിലാണ്, പ്രേമചന്ദ്രൻ ലക്നൗവിലെത്തിയിട്ടേ ഉള്ളൂ. ഇതാണ് ഈ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ലക്നൗവിൽ നിൽക്കുന്നു ഒരാൾ, ഇയാൾ അയോധ്യയിലെത്തിയിരിക്കുന്നു. അമ്പലത്തിലേക്ക് കയറണോ അതോ വെറുതെ ഒന്ന് പ്രദക്ഷിണം വെച്ച് തിരിച്ചു പോകണോ? ഇതാണ് കമൽനാഥ്. പ്രേമേന്ദ്രൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പ്രേമേന്ദ്രൻ ലക്നൗവിൽ നിൽക്കുന്നു, വേണമെങ്കിൽ ഞാൻ ലക്നൗവിലൊന്ന് പോയതാണെന്ന് പറഞ്ഞ് തിരിച്ച് ഡൽഹിക്ക് പോകാം. അല്ലെങ്കിൽ ലക്നൗവിൽ നിന്ന് പ്രേമേന്ദ്രന് ഫ്ലൈറ്റ് ഉണ്ട്, ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനുണ്ട്, ടാക്സി എടുത്ത് പോകാം. അത്രയും ദൂരമേ ഉള്ളൂ. അല്ല, നമ്മൾ ABC-യിലാണ് പ്രേമേന്ദ്രൻ്റെ ഈ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിനെക്കുറിച്ച് ആദ്യം ചർച്ച ചെയ്തത്. അതിനുശേഷം അത് വലിയ വിവാദമായി. ഇപ്പോൾ പ്രേമേന്ദ്രനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അത് പ്രേമേന്ദ്രൻ വേറൊരു ജോർജ് ഫെർണാണ്ടസ് ആകുമോ എന്ന് പേടിയുണ്ട്. BJP-യുടെ അൺടച്ചബിലിറ്റി ജോർജ് ഫെർണാണ്ടസ് മാറ്റിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, ബോൾഡായിട്ട് ആ മതിൽ പൊളിച്ചു. കേരളത്തിലിപ്പോൾ സംഭവിക്കുന്നത് എന്താ? LDF UDF രണ്ട് ഉറച്ച മുന്നണികൾ, കോൺക്രീറ്റ് ഇട്ട് ഉറച്ച പോലെ രണ്ട് കോട്ടകൾ നിൽക്കുന്നു. അതിൻ്റെ നടുക്ക് BJP-ക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അവരാകെ കൂടെ ഫ്രസ്ട്രേറ്റഡാണ്. ഈ കോട്ട പൊളിച്ച് ഒരാൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫെർണാണ്ടസ് ഇറങ്ങിയ പോലെ. ചുമ്മാ ഇതൊക്കെ തട്ടിപ്പല്ലേ, നമ്മളെല്ലാം എന്ന് പറഞ്ഞാൽ അതോടെ തീർന്നു. ഒരൊറ്റ ചിരിയിൽ, കുമാരമംഗലത്തിൻ്റെ ചെറിയൊരു ചിരിയിൽ മണിശങ്കര ഇത് തകർന്ന പോലെ കേരളത്തിലെ ഈ സോക്കോൾഡ് മതേതരത്വം ഉണ്ടല്ലോ, ഈ കോട്ടയം കിടിഞ്ഞു പോകും. അല്ല, അതിൻ്റെ സൂചന പോലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് കണ്ടു. K മുരളീധരൻ പറഞ്ഞിരിക്കുന്നു, പ്രധാനമന്ത്രി എന്നെ വിളിച്ചാൽ ഞാനും പോകും, അതിൽ വലിയ കാര്യമൊന്നുമില്ല പ്രേമേന്ദ്രൻ പോയില്ലെന്ന്. അപ്പോൾ അതൊരു പക്ഷേ ഒരു കൈനീട്ടലോ ഒരു ആഗ്രഹപ്രകടനമോ അല്ല. അതിൻ്റെ പ്രതികരണം നോക്കുന്നത് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ നേരെ തിരിച്ചു പറഞ്ഞു, 2500 കോടി രൂപ തന്നു കഴിഞ്ഞാൽ പോലും ഞാൻ പോകില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അയാളെ വിളിക്കുന്നില്ല എന്നുള്ള കാര്യം. മുരളിക്കും ഒന്ന് സദ്യക്കെങ്കിലും വിളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പ്രേമേന്ദ്രൻ കുറെ കൂടെ സിവിലൈസ്ഡ് ആയിട്ട് പെരുമാറുകയും പാർലമെൻറ്റിൽ കുറച്ചൊക്കെ പെർഫോം ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു പക്ഷേ പ്രധാനമന്ത്രി വിളിച്ചു കാണും, അല്ലെങ്കിൽ വെറുതെ വിളിച്ചതായിരിക്കും. അല്ല, പ്രതിപക്ഷ MPമാരും ഉണ്ടായിരുന്നു എന്ന് പ്രേമേന്ദ്രൻ പറയുന്നില്ലേ. CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം അവിടെ വന്നിട്ട് പ്രധാനമന്ത്രിയോട് ഒരു ഫോട്ടോ ഞാൻ എടുത്തോട്ടെ, എടുത്തോ എന്ന് പറഞ്ഞു. നമുക്ക് പോയി ഈ ക്യാൻറ്റീനല്ലേ. അതെ അതെ. അല്ലാതെ ഒരു രഹസ്യ സമാഗമമൊന്നുമല്ല നടത്തിയത്. പക്ഷേ അതിൽ ഒരു സംശയം എപ്പോഴും ബാക്കി നിൽക്കുന്നു, എന്തുകൊണ്ട് പ്രേമചന്ദ്രൻ? അതെ, അത് പ്രേമചന്ദ്രൻ പറയുന്നത് അത് പ്രധാനമന്ത്രിയോട് ചോദിക്കണം. ശരിയാണ്, പ്രേമചന്ദ്രൻ പറയുന്നത് ശരിയാണ്. എന്തുകൊണ്ട് എന്നെ വിളിച്ചു? ആരെങ്കിലും നമ്മളെ കല്യാണത്തിന് വിളിക്കുമ്പോൾ നമ്മൾ ആരെയൊക്കെ വിളിച്ചു എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ? എന്തിനെന്നെ വിളിച്ചു എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ വിളിച്ചു, സൗകര്യം ഉണ്ടെങ്കിൽ പോവില്ലെങ്കിൽ പോവില്ല. അപ്പോൾ അതുകൊണ്ട് പ്രേമചന്ദ്രൻ അതിന് ഉത്തരവാദിയല്ല. പക്ഷേ ആ ചോദ്യം നിൽക്കുകയാണ്. MN വിജയൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചോദ്യം ചോദിച്ച് വിദ്യാർത്ഥിയെ പുറത്താക്കിയാലും ചോദ്യം ക്ലാസ്സിൽ നിലനിൽക്കുന്നു. അതുപോലെ പ്രേമചന്ദ്രന് ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകാം, പക്ഷേ ചോദ്യം ബാക്കിയാവുന്നുണ്ട് സുനിൽ. അതൊരു ചോദ്യമാണ്, ഒരു ഒന്നൊന്നര ചോദ്യമാണ്. ഉത്തരം പ്രധാനമന്ത്രിയുടെ പക്കൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ വാതുറക്കാൻ പോകുന്നില്ല. ഏതായാലും ഉത്തരം കിട്ടും. കമൽനാഥ് വരുമോ ഇല്ലയോ എന്നതുപോലെ പ്രേമചന്ദ്രൻ്റെ കാര്യത്തിൽ എന്താണ് ആ ഉത്തരവെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.